നമുക്കെല്ലാവർക്കും സ്ഥിരമായ ഒരു താവളമുണ്ടാവും. നമുക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട നമ്മൾ ഉണ്ടാവേണ്ട ഒരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്തല്ലാത്ത ഏത് സ്ഥലത്ത് നമ്മൾ നിന്നാലും നമ്മളോട് ചോദിക്കും എന്നാ പോവുക. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് പോയാൽ അവിടുന്ന് അയൽവക്കക്കാരും എല്ലാവരും ചോദിക്കും, ഇവളിപ്പോൾ തൽക്കാലം വന്നതേക്കാറല്ലേ എന്നാ പോവായിരിക്കും, എത്ര ദിവസമാണ് ഇവിടെ ഉണ്ടാകുക ചോദിക്കും, എവിടെയും ചോദിക്കും. മനസ്സിലായില്ലേ? നമ്മളൊരു ജോലി സ്ഥലത്ത് ചെന്ന് നമ്മോട് ചോദിക്കൂലേ, നമ്മൾ ഗൾഫിൽ ചെന്ന് നമ്മൾ ചോദിക്കൂലേ. എന്നാൽ ഒരു പെൺകുട്ടി വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി വിവാഹിതയാകണം എന്ന് പറയുന്നത് അവൾക്കൊരു ഭർത്താവ് വേണം, അവിടെയാണ് അവിടെ ഇനി താമസിക്കേണ്ടത് എന്നതാണ് അവിടെ കല്യാണം കഴിഞ്ഞു എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ആവാത്തിടത്തോളം സമയം അവൾ എന്തല്ല, യഥാർത്ഥത്തിലൊരു താവളമില്ലാത്തവളാണ്. പിന്നെ പുതിയ തലമുറയ്ക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ഓമന കുട്ടികളായി വളർന്ന് അവിടെ ഒരു തടസ്സവുമില്ലാതെ ഒരു ജോലിയും ചെയ്യാതെ ഒരു മോളെ താലോലിച്ച് വളർത്തിയ ഒരു മോളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വീട്ടിൽ ചെന്ന് ചേരുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയാണ് അവർ ഈ പ്രയാസമായി കാണുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ? അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആ വീടിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും വലിയൊരു കൺസിഡറേഷൻ അവിടെ ഉണ്ടാവും.